നമസ്കാരം. ഞാനിന്ന് ഇവിടെ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 1 ലിറ്റർ പാല് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ചൂടാൻ വെക്കാം. ഇതൊന്ന് കുറുകി വരുമ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ബിരിയാണി അരി, നല്ല ഫ്ലേവറുള്ള ബിരിയാണി അരി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ടിടും. പിന്നെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതും ഒന്ന് അരച്ചെടുക്കണം. പാല് തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഈ ക്രഷ് ചെയ്ത അരി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി ഒന്ന് വെന്ത് വരട്ടെ. ഇത് പെട്ടെന്ന് തന്നെ വേവും. അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഞാൻ കുതിർത്ത് അരച്ച് വെച്ചതാണ്. ഇത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, ഈ പായസത്തിൻ്റെ. അരി ഏകദേശം വെന്ത് കഴിഞ്ഞ് ഇതിലോട്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ. കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കാം, പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കായാണ് ഇത് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഡെസേർട്ട് പോലെ ഇഫ്താറിനെല്ലാം ഭക്ഷണം കഴിച്ച ശേഷം കുടിക്കാൻ പറ്റും. ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ്, നല്ല ടേസ്റ്റുമാണ്. ഞാനിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഒന്ന് പശു നെയ്യിൽ വാട്ടിയെടുത്തതാണിത്. ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതാണ്. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പായസം കാണാൻ തന്നെ നല്ലൊരു കളർഫുള്ളല്ലേ. പിന്നെ കുട്ടികൾക്ക് ക്യാരറ്റെല്ലാം അകത്ത് ചെല്ലുകയും ചെയ്യും. ഈ പച്ചക്കറിയൊന്നും കഴിക്കാത്ത പിള്ളേരാകുമ്പോൾ ഇത് നല്ലതുമാണ് കഴിക്കാൻ. പായസമാകുമ്പോൾ അവർ കുടിച്ചോളൂ. അങ്ങനെ എൻ്റെ എളുപ്പത്തിലുള്ള ബദാമും അണ്ടിപ്പരിപ്പും കുറച്ച് ബിരിയാണി അരി ചേർത്തിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യണേ.